Welcome to Ehela's Tuition. ഇന്നത്തെ ക്ലാസ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിലെ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ആൻഡ് വേവ് പ്രൊപ്പഗേഷൻ, ഗ്രൗണ്ട്, സ്കൈ, സ്പേസ് വേവ്സ്, പോളറൈസേഷൻ, അറ്റ്മോസ്ഫിയറിക് ലെയേഴ്സ് ആൻഡ് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്? It is mechanical waves require the presence of a medium. ഒരു മീഡിയം ഉണ്ടെങ്കിൽ മാത്രമേ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ക്യാൻ പ്രൊപ്പഗേറ്റ് ത്രൂ എംപ്റ്റി സ്പേസ്. എംപ്റ്റി സ്പേസിലൂടെയും അതിന് ട്രാവൽ ചെയ്യാൻ സാധിക്കും. Maxwell's equation form the theoretical basis of all electromagnetic waves that propagate through space at the speed of light. Hertz confirmed Maxwell's prediction when he generated and detected electromagnetic waves in 1887. Electromagnetic waves are generated by oscillating electric charges. Electric chargesന്റെ oscillation കാരണമാണ് electromagnetic waves ഉണ്ടാവുന്നത്. The waves radiated from oscillating charges can be detected at great distances. Electromagnetic waves carry energy and momentum. Electromagnetic waves cover many frequencies. ഇനി നമുക്ക് മോഡിഫിക്കേഷൻ ഓഫ് ആംപിയേഴ്സ് ലോ എന്താന്ന് നോക്കാം. അപ്പോൾ ആംപിയേഴ്സ് ലോ ഇസ് യൂസ്ഡ് ടു അനലൈസ് മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റഡ് ബൈ കറണ്ട്. അപ്പോൾ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത്, കറണ്ട് ഒരു കണ്ടക്ടറിലൂടെ മൂവ് ചെയ്യുന്ന സമയത്ത് അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അതിനെക്കുറിച്ച് പറയുന്നത്, അതിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ലോ ആണ് ആംപിയേഴ്സ് ലോ. അതായത് ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എസ് ഇസ് ഈക്വൽ ടു മ്യൂ 0 I. ബട്ട് ദിസ് ഫോം ഇസ് വാലിഡ് ഓൺലി ഇഫ് എനി ഇലക്ട്രിക് ഫീൽഡ് പ്രസന്റ് ആർ കോൺസ്റ്റന്റ് ഇൻ ടൈം. അപ്പോൾ ഇത് പക്ഷേങ്കിൽ എപ്പോഴാണ് വാലിഡ് ആവുന്നത്? ഇലക്ട്രിക് ഫീൽഡ് പ്രസന്റ് ആർ കോൺസ്റ്റന്റ് ഇൻ ടൈം ആവുന്ന സമയത്ത് മാത്രമേ അത് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റൂ. മാക്സ്വെൽസ് മോഡിഫൈഡ് ദ ഇക്വേഷൻ ടു ഇൻക്ലൂഡ് ടൈം വാരിയിങ് ഇലക്ട്രിക് ഫീൽഡ്. ടൈം വാരിയിങ് ഇലക്ട്രിക് ഫീൽഡിനെ കൂടെ ഉൾപ്പെടുത്തി മാക്സ്വെൽ ഈ ആംപിയേഴ്സ് ലോനെ മാറ്റി. മാക്സ്വെൽസ് മോഡിഫിക്കേഷൻ വാസ് ആഡ് എ ടേം. എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സ്വെൽ ഇതിൻ്റെ കൂടെ ഒരു ടേമിനെയും കൂടെ ആഡ് ചെയ്ത്, അങ്ങനെയാണ് ഈ ലോനെ മോഡിഫൈ ചെയ്തത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് മോഡിഫൈ ചെയ്തത്. The additional term included a factor called displacement current ID. അദ്ദേഹം ആഡ് ചെയ്ത അഡീഷണൽ ടേമിനെയാണ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് പറയുന്നത്. ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ID is equal to ε0 del of phi E by del T. This term was then added to Ampere's law. ഈ ഒരു ടേം ആംപിയേഴ്സ് ലോന്റെ കൂടെ ആഡ് ചെയ്ത്. അപ്പം this shows that the magnetic field are produced both by conduction current and by time varying electric field. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് മനസ്സിലാവും കണ്ടക്ഷൻ കറണ്ടിൽ നിന്നും അതുപോലെ ടൈം വാരിയിങ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുന്ന കറണ്ടിൽ നിന്നും നമുക്ക് എന്തുണ്ടാക്കാം? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കാം എന്ന് നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ മനസ്സിലാവും. ദ ജനറൽ ഫോം ഓഫ് ആംപിയേഴ്സ് ലോ അദ്ദേഹം മാറ്റി, ആംപിയേഴ്സ് ലോനെ മാറ്റിയിട്ട് ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എസ് ഇസ് ഈക്വൽ ടു മ്യൂ 0 into I plus ID എന്നാക്കി. അപ്പോൾ നമുക്കറിയാം ID എന്ന് പറഞ്ഞാൽ ε0 del of phi E by del T ആണ്. അപ്പം മ്യൂ 0 into I plus മ്യൂ 0 into ID എന്ന് പറയുമ്പോൾ ε0 into del phi E by del T. അപ്പോൾ ഇങ്ങനെയായി അദ്ദേഹം ഇങ്ങനെ മാറ്റി. സംടൈംസ് കോൾഡ് ആംപിയേഴ്സ് മാക്സ്വെൽ ലോ. അപ്പോൾ ഈ ഒരു ലോനെ നമുക്ക് ആംപിയറിന്റെ ലോ ആണ്, അതിനെ മോഡിഫൈ ചെയ്ത് മാക്സ്വെല്ല്, അപ്പം ആംപിയേഴ്സ് മാക്സ്വെൽ ലോ എന്ന് പറയാൻ പറ്റും. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ നേച്ചർ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സ്വെൽസിന്റെ 4 ഇക്വേഷൻസ് ആണുള്ളത്. അപ്പോൾ മാക്സ്വെൽസ് ഉണ്ടാക്കിയ 4 ഇക്വേഷൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. In his unified theory of electromagnetism, Maxwell showed that electromagnetic waves are a natural consequence of fundamental laws expressed in these 4 equations. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനെ നമുക്ക് ഈ ഒരു 4 ഫണ്ടമെന്റൽ ലോസ് വെച്ചിട്ട് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇന്റഗ്രൽ E dot ds equal to q by ε0, integral b dot ds equal to 0, integral of e dot ds is equal to d phi by dt, closed integral, ഇതൊക്കെ ക്ലോസ്ഡ് ഇന്റഗ്രൽ ആണ്. ക്ലോസ്ഡ് ഇന്റഗ്രൽ b dot ds is equal to മ്യൂ 0 I plus മ്യൂ 0 ε0 del phi E by del T. ആദ്യത്തെ ലോ, മാക്സ്വെൽസിന്റെ ഫസ്റ്റ് ലോ. The total electric flux through any closed surface equal to
net charge inside that surface divided by epsilon 0. അപ്പം അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ the total electric flux through any closed surface, ഏതൊരു ക്ലോസ്ഡ് സർഫസിലെയും ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് അവിടെയുള്ള നെറ്റ് ചാർജ്, അവിടെ എത്ര ചാർജ് ഉണ്ടോ അത് ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0 ആണ്. അതാണ് ഫസ്റ്റ് ലോ. This relates an electric field to charge distribution that creates it. അടുത്തത് Gauss's law in magnetism. The net magnetic flux through a closed surface is 0. ഒരു ക്ലോസ്ഡ് സർഫസിലുള്ള നെറ്റ് മാഗ്നറ്റിക് ഫ്ലക്സ് 0 ആയിരിക്കും. The number of magnetic field lines that enters a closed volume must equal the number that leaves that volume. എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര മാഗ്നറ്റിക് ഫ്ലക്സ് ഒരു വോളിയം ക്ലോസ്ഡ് വോളിയത്തിൽ കയറുന്നുണ്ടോ അത്രയും തന്നെ ലീവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫുള്ള് സം ചെയ്യുന്ന സമയത്ത് magnetic flux 0 ആവുന്നത്. If this weren't true, there would be a magnetic monopole found in nature. ഇതിപ്പോൾ ട്രൂ അല്ല എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ അവിടെ ഒരു മാഗ്നറ്റിക് മോണോപോൾ ഉണ്ടാവണം. പക്ഷെ നമ്മൾ ഇതുവരെ ഒരു മാഗ്നറ്റിക് മോണോപോൾ കണ്ടുപിടിച്ചിട്ടില്ല. മാഗ്നറ്റ് എപ്പോഴും നോർത്തും സൗത്തും മാത്രമേ കാണുന്നുള്ളൂ. നമ്മൾ ആ മാഗ്നറ്റിനെ വീണ്ടും ഡിവൈഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോഴും നമുക്ക് ആ പുതിയ മാഗ്നറ്റും നോർത്തും സൗത്തും ഉണ്ടാവും. ഒരു നോർത്ത് മാത്രമുള്ളതോ സൗത്ത് മാത്രമുള്ള ഒരു മോണോപോള് നമ്മൾ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. മൂന്നാമത്തെ മാക്സ്വെൽസ് ഇക്വേഷൻ, അത് ഫാരഡേസ് ലോ ഓഫ് ഇൻഡക്ഷൻ ആണ്. ഡിസ്ക്രൈബ്സ് ദ ക്രിയേഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ബൈ ടൈം വാരിയിങ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പം ഒരു ടൈം വാരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് കാരണം എങ്ങനെയാണ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുക, അതാണ് ഈ ലോ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. The EMF, which is the line integral of electric field around any closed path, equals to rate of change of magnetic flux through any surface bounded by that path. അപ്പോൾ ഒരു ക്ലോസ്ഡ് ഇൻ്റഗ്രലിലുള്ള ഒരു ഇലക്ട്രിക് ഫീൽഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ്. അതാണ് ഈ ഇക്വേഷൻ പറയുന്നത്. One consequence is that the current induced in a conducting loop placed in time varying magnetic field. അടുത്ത നാലാമത്തെ ഇക്വേഷൻ describes the creation of magnetic flux by a changing electric field and by electric current. The line integral of the magnetic field around any closed path is the sum of mu 0 times the net current through that closed path. അപ്പോൾ ഒരു ക്ലോസ്ഡ് ഇൻ്റഗ്രലിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് സം ഓഫ് mu 0 ടൈംസ് ദ നെറ്റ് കറണ്ട് ത്രൂ ദാറ്റ് പാത്ത്. എത്രയാണോ നെറ്റ് കറണ്ട് ആ ഒരു നെറ്റ് കറണ്ട് പ്ലസ് ആ ഒരു നെറ്റ് കറണ്ടിൻ്റെ സം ചെയ്തിട്ട് അതിന് mu 0 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് അവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ്. ഇനി നമ്മൾ ലോറൻസ് ഫോഴ്സ് ലോ അത് പഠിക്കണം. Once the electric field and the magnetic field are known at some point in space, the force acting on a particle of a charge q can be found. ഇപ്പോൾ നമുക്ക് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും അറിയാം. ചില പോയിന്റുകളിലുള്ള ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും അറിയാം. അങ്ങനെ ആവുമ്പം ആ ഒരു ക്യൂ എന്ന് പറയുന്ന ചാർജിന് എത്ര ഫോഴ്സ് ഉണ്ടാവും അത് നമുക്ക് ലോറൻസ് ഫോഴ്സിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ലോറൻസ് ഫോഴ്സ് പറയുന്നത് ആ ഒരു ഫോഴ്സ് F is equal to QE plus Q into V cross B. Maxwell's equation with the Lorentz force law completely describe all classical electromagnetic interaction. Maxwell's equationും ലോറൻസ് ഫോഴ്സും ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻട്രാക്ഷൻസിനെ കുറിച്ചും ഡിസ്ക്രൈബ് ചെയ്യാൻ സാധിക്കും. Speed of electromagnetic wave in empty space, Q is equal to 0 and I is equal to 0. The last two equations can be solved to show that the speed at which electromagnetic waves travel is the speed of light. നമുക്കറിയാം electromagnetic wavesന്റെ സ്പീഡ് എന്ന് പറയുന്നത് speed of lightന് equal ആണ്. This result led Maxwell to predict that light waves were a form of electromagnetic radiation. അപ്പോൾ മാക്സ്വെൽ എക്സ്പെരിമെന്റ് നടത്തുന്ന സമയത്ത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന് സ്പീഡ് എന്ന് പറയുന്നത് ലൈറ്റിന്റെ സ്പീഡാണ്. അപ്പം മാക്സ്വെൽ മനസ്സിലാക്കി ലൈറ്റ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ആണെന്ന്. ഇനി നമുക്ക് ഹേർട്സ് എക്സ്പെരിമെന്റ് നോക്കാം. ഈ ഹേർട്സ് എക്സ്പെരിമെന്റിൽ നമുക്ക് എങ്ങനെ മനസ്സിലാവും ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എങ്ങനെയാണ് ഓസിലേഷനിലൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മനസ്സിലാവും.
അപ്പോൾ ഹെർട്സ് എക്സ്പെരിമെൻറ്റിൽ an induction coil is connected to a transmitter. അപ്പോൾ ഇവിടെ ഒരു ട്രാൻസ്മിറ്റർ ഉണ്ട്, ഇവിടെ ഒരു റിസീവർ ഉണ്ട്. ഈ ട്രാൻസ്മിറ്ററിൽ നമ്മൾ ഇൻഡക്ഷൻ കോയിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. The transmitter consists of two spherical electrodes separated by a narrow gap. രണ്ട് സ്ഫെറിക്കൽ ഇലക്ട്രോഡ് ഉണ്ട്, ഒരു സെപ്പറേഷൻ, അവർ തമ്മിൽ ചെറിയൊരു സെപ്പറേഷൻ ഉണ്ട്. The coil provides short voltage surges to the electrodes. അപ്പം ഈ ഒരു കോയിൽ എന്ത് കൊടുക്കും? ചെറിയ വോൾട്ടേജ് സർജ് കൊടുക്കും. അപ്പോൾ as the air in this gap is ionized, it becomes better conductor. ഇവിടെയുള്ള എയർ ഒക്കെ എന്താ അയനൈസ്ഡ് ആയിട്ട് ഇതൊരു കണ്ടക്ടറായിട്ട് വർക്ക് ചെയ്യും. The discharge between the electrodes exhibit an oscillatory behavior at a very high frequency. അപ്പോൾ ഈ ഒരു ഡിസ്ചാർജ് എന്താവും? വെരി ഹൈ ഫ്രീക്വൻസി ഉള്ള ഒരു ഓസിലേറ്റർ ആയിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ ഇത് നമുക്ക് എന്ത് മനസ്സിലാവും? ഈ റിസീവറിൽ നമുക്ക് ഈ ഒരു ഓസിലേഷൻ, the receiver is nearby loop of wire containing a second spark gap. അപ്പോൾ ഈ ഒരു ഗ്യാപ്പിലും ഈ ഒരു റിസീവറിൽ ഈ ഒരു സംഭവം കിട്ടും. അപ്പോൾ ഫ്രം എ സർക്യൂട്ട് വ്യൂ ഈ ഒരു സർക്യൂട്ട് നമുക്ക് എന്ത് മനസ്സിലാവും? ഇറ്റ് ഈസ് ഈക്വലന്റ് ടു an LC സർക്യൂട്ട്. അപ്പോൾ spark were induced across the gap of receiving electrodes where the frequency of the receiver was adjusted to match that of transmitter. അപ്പോൾ ആ ഒരു ട്രാൻസ്മിറ്റർ സെക്ഷനിലുള്ള സ്പാർക്ക് റിസീവിങ് ഇലക്ട്രോഡ്സിലെത്തും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റിസീവറിൻ്റെ ഫ്രീക്വൻസി നമ്മൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. In a series of other experiments, Hertz also showed that the radiation generated by this equipment exhibited wave properties. പിന്നീട് അതിൽ നിന്ന് അദ്ദേഹം വീണ്ടും എക്സ്പെരിമെൻ്റ് നടത്തിയപ്പം ആ ഒരു റേഡിയേഷന് വേവ് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതിലെന്തൊക്കെ ഉണ്ട്? ഇൻറ്റർഫറൻസ് ഉണ്ട്, ഡിഫ്രാക്ഷൻ ഉണ്ട്, റിഫ്ലക്ഷൻ ഉണ്ട്, റിഫ്രാക്ഷൻ ഉണ്ട്, പോളറൈസേഷൻ ഉണ്ട്. He also measured the speed of radiation. ഈ സ്പീഡ് ഓഫ് റേഡിയേഷൻ മെഷർ ചെയ്തപ്പോൾ അദ്ദേഹം കണ്ടുപിടിച്ചു ഇറ്റ് വാസ് ക്ലോസ് ടു ദ നോൺ വാല്യൂ ഓഫ് സ്പീഡ് ഓഫ് ലൈറ്റ്. സ്പീഡ് ഓഫ് ലൈറ്റിന് അടുത്താണ്, സ്പീഡ് ഓഫ് ലൈറ്റിന് ഏകദേശം സ്പീഡ് ഓഫ് ലൈറ്റിൻ്റെ സ്പീഡ് തന്നെയാണ് ഇതിൻ്റെ സ്പീഡ് എന്ന് അദ്ദേഹം കണ്ടെത്തി. വേവ്സിനെ കുറിച്ച് പഠിക്കാം. അപ്പം അതിനു വേണ്ടി നമ്മൾ അസ്യൂം ചെയ്യും. We will assume that the vectors for the electric and magnetic field in an electromagnetic wave have a specific space-time behavior that is consistent with Maxwell's equation. അപ്പോൾ ഈ ഇലക്ട്രിക്കൽ മാഗ്നറ്റിക് ഫീൽഡിനും ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിലെ ഇലക്ട്രിക് ഫീൽഡിനും മാഗ്നറ്റിക് ഫീൽഡിനും സ്പെസിഫിക് സ്പേസ് ടൈം ബിഹേവിയർ ഉണ്ട് നമ്മൾ അസ്യൂം ചെയ്യും. Assume an electromagnetic waves that travels in x direction with the E and B as shown in. അപ്പോൾ നമ്മൾ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഉണ്ട്, അത് എക്സ് ഡയറക്ഷനിലേക്കാണ് മൂവ് ചെയ്യുന്നത്. ആ സമയത്ത് നമുക്ക് ഇയും ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടും മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ടേക്കുണ്ട്. ഇലക്ട്രിക് ഫീൽഡ് വൈ ഡയറക്ഷനിലേക്കും മാഗ്നറ്റിക് ഫീൽഡ് സെഡ് ഡയറക്ഷനിലുമാണ് ഉണ്ടാവുക. അപ്പോൾ the x direction is the direction of propagation. The electric field is assumed to be in the y direction and the magnetic field in the z direction. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യും ഇലക്ട്രിക് ഫീൽഡ് y ഡയറക്ഷനിലും മാഗ്നറ്റിക് ഫീൽഡ് z ഡയറക്ഷനിലും. ഇങ്ങനെയാണ് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുക. പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് x ഡയറക്ഷനാണ്, പക്ഷേ അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് നോക്കുകയാണെങ്കിലും മാഗ്നറ്റിക് ഫീൽഡ് നോക്കുകയാണെങ്കിലും അത് എക്സും വൈയും സെഡും ഡയറക്ഷനിലാണ് ഉണ്ടാവുക. Waves in which the electric and magnetic field are restricted to being parallel to a pair of perpendicular axes are said to be linearly polarized waves. We also assume that at any point in space, the magnitude E and B of the field depend upon x and t only. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൻ്റെ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും എക്സ് ആക്സിസിനെയും അതുപോലെ ടൈമിനെയും മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഇനി നമ്മൾ റേസിനെ കുറിച്ച് പഠിക്കും. റേ ഇസ് എ ലൈൻ അലോങ് വിച്ച് വേവ് ട്രാവൽസ്. വേവ് ട്രാവൽ ചെയ്യുന്ന ലൈനെയാണ് റേ എന്ന് പറയുന്നത്. All the ray for the type of linearly polarized wave that have been discussed are parallel. The collection of waves is called a plane wave. A surface connecting point of equal phase on all waves called the wavefront is geometrical plane. A surface connecting points of radiation sends waves out radially in all directions.
A surface connecting points of equal phase for this situation is a sphere. This wave is called a spherical wave. The word wave represents both emission from a single point, the collection of waves from all points on the source. The meaning should be clear from the context. In the electromagnetic waves in the properties. The solution of Maxwell's third and fourth equations are wave-like with both A and B satisfying a wave equation. Electromagnetic waves travels at the speed of light. C is equal to speed of light C is equal to 1 by root of mu 0 epsilon 0. This comes from the solution of Maxwell's equation. Now, electromagnetic waves in the speed Maxwell's equation. The component of electric and magnetic field of a plane electromagnetic waves are perpendicular to each other and perpendicular to the direction of propagation. Direction of propagation x electric field y direction magnetic field z direction perpendicular to each other. This can be summarized by saying that electromagnetic waves are transverse nature. This figure represents a sinusoidal EM wave moving in the x direction with the speed c. The magnitude of electric and magnetic field is in an empty space are related by the expression c is equal to E by B. This comes from the solution of partial differentials obtained from Maxwell's equation. Electromagnetic waves obey the superposition principle. Ini അടുത്ത topic Poynting Vector. Electromagnetic waves carry energy. As they propagate through space, they can transfer the energies to objects in their path. The rate of transfer of energy by an EM wave is described by a vector called the Poynting Vector. The rate of transfer of energy by an EM wave is described by a vector called the Poynting Vector. A Poynting vector is defined as S is equal to 1 by mu E cross B. It is a direction in the direction of propagation. This is time dependent. Its magnitude varies in time. Its magnitude reaches a maximum at the same instant as E and B. Momentum. Electromagnetic waves transport momentum as well as energy. As this momentum is absorbed by some surface, pressure is exerted on the surface. Assume the wave transports total energy TER to the surface in a time interval delta t. The total momentum P is equal to total energy divided by C for complete absorption. Various types of electromagnetic waves makes up EM spectrum. There is no sharp division between one kind of EM wave and the next. All forms of various types of radiations are produced by the same phenomena, accelerating charge. Accelerating charge കൊണ്ടാണ് എല്ലാ ടൈപ്പിലുള്ള EM waves-ഉം ഉണ്ടാക്കിയിട്ടുള്ളത്. EM wave spectrum ഇവിടെ നോക്കാം. Not the overlap between the types of waves. ഇവിടെ നമ്മൾ നോക്കാം. ഇവിടെ നമുക്ക് മൈക്രോവേവ് ഉണ്ട്, ഇവിടെ ഇൻഫ്രാറെഡ് ഉണ്ട്. ഇൻഫ്രാറെഡ് ഇവിടം വരെ ഉള്ളത്, മൈക്രോവേവ് ഇവിടം വരെ ഉള്ളത്. അപ്പം നമുക്ക് എവിടെ മുതൽ എവിടം വരെയാണ് ഇൻഫ്രാറെഡ് എന്ന് കറക്റ്റായിട്ട് പറയാൻ സാധിക്കില്ല. അതുപോലെ മൈക്രോവേവിനും കറക്റ്റായിട്ട് കട്ടില്ല. അപ്പോൾ ഇവിടെ ഒരു ജസ്റ്റ് ഏകദേശം ഒരു ഫ്രീക്വൻസി ലിമിറ്റാണ് നമ്മൾ ഓരോ വേവ്സിനും കൊടുക്കുന്നത്. Visible light is a small portion of the spectrum. ഈ ഒരു സ്പെക്ട്രത്തിൻ്റെ സ്മോൾ പോർഷൻ മാത്രമാണ് വിസിബിൾ ലൈറ്റ്. ഈ കാണുന്ന ഇതാണ് ഈ ഒരു സ്മോൾ പോർഷൻ മാത്രമുള്ള വിസിബിൾ ലൈറ്റ്. Types are distinguished by frequency or wavelength. ഓരോ ടൈപ്സിനെ നമുക്ക് ഫ്രീക്വൻസി അല്ലെങ്കിൽ വേവ് ലെങ്ത് വെച്ചിട്ട് ഡിസ്റ്റിങ്വിഷ് ചെയ്യാം. ഫ്രീക്വൻസി ലിമിറ്റ് ഉണ്ട് ഇവിടെ, ഇതേപോലെ വേവ് ലെങ്ത് ഉണ്ട്. ഏതെങ്കിലും ഒരു ഫാക്ടർ ഉപയോഗിച്ചിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി റേഡിയോ വേവ്സ് എന്ന് പറയുന്നത് വേവ് ലെങ്ത് ഓഫ് മോർ ദാൻ 10⁴ മീറ്റർ
to about 0.1 meter വരെയുള്ളതിനാണ് നമ്മൾ റേഡിയോ വേവ്സ് എന്ന് പറയുന്നത്. യൂസ്ഡ് ഇൻ റേഡിയോ ആൻഡ് ടെലിവിഷൻ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. മൈക്രോവേവ്സ് എന്ന് പറയുന്നത് അതിൻ്റെ വേവ് ലെങ്ത് 0.3 to 10⁻⁴ നമ്മൾ മൈക്രോവേവ് എന്ന് പറയുന്നത്. വെൽ സ്യൂട്ടഡ് ഫോർ റഡാർ സിസ്റ്റംസ്. മൈക്രോവേവ് ഓവൻസ് ആർ ആൻ ആപ്ലിക്കേഷൻ. ഇത് ഇൻഫ്രാറെഡ് വേവ്സിൻ്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് 10⁻³ meter to 7 × 10⁻⁷ meter ആണ്. ഇൻകറക്റ്റ്ലി കോൾഡ് ഹീറ്റ് വേവ്സ്. ഇൻഫ്രാറെഡ് വേവ്സിനാണ് നമ്മൾ ഹീറ്റ് വേവ്സ് എന്ന് പറയുന്നത്. പ്രൊഡ്യൂസ്ഡ് ബൈ ഹോട്ട് ഒബ്ജക്ട്സ് ആൻഡ് മോളിക്യൂൾസ്, readily absorbed by most materials. ഇനി വിസിബിൾ ആയിട്ട് പാർട്ട് ഓഫ് സ്പെക്ട്രം ഡിറ്റക്റ്റഡ് ബൈ ഹ്യൂമൻ ഐ, most sensitive at about 5.5 × 10⁻⁷ meter, yellow green. ഈ ഒരു സമയത്താണ് മോസ്റ്റ് സെൻസിറ്റീവ് ആവുന്നത്. Different wavelength correspond to different colors. The range is from red to violet. ഓരോ വേവ് ലെങ്തും ഓരോ കളറാണ് വരുന്നത്. റെഡിൻ്റെ വേവ് ലെങ്ത് 7 × 10⁻⁷ ആണ്. വയലറ്റിനത് 4 × 10⁻⁷ meter ആണ്. അപ്പോൾ ഇതിൽ ഓരോ കളറിൻ്റെയും വേവ് ലെങ്ത് ഇവിടെ തന്നിട്ടുണ്ട്. വയലറ്റിൻ്റെ 400 to 430 നാനോമീറ്റർ, ബ്ലൂ 430 to 485, ഗ്രീന് 485 to 560, യെല്ലോ 560 to 590, ഓറഞ്ച് 590 to 625, റെഡ് 625 to 700. Ultraviolet light covers about 4 × 10⁻⁷ meter to 6 × 10⁻⁻10 meter. Sun is an important source of UV light. Most UV light from sun is absorbed by the stratosphere by ozone. അപ്പോൾ നമ്മുടെ UV ലൈറ്റ് ഇതിലേക്ക് വരാണ്ട് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആളാണ് ഓസോൺ ലെയർ. X-rays, wavelengths about 10⁻⁸ meter to 10⁻12 meter. Most common source is accelerating of high energy electrons striking a metal target, used as a diagnostic tool in medicine. Gamma rays, wavelength about 10⁻⁻10 meter to 10⁻14 meter, emitted by radioactive nuclei, highly penetrating and cause serious damage when absorbing by living tissue. Looking at object in different portions of spectrum can produce different information. അടുത്ത ടോപ്പിക് പ്രൊപ്പഗേഷൻ മോഡ്സ് ആണ്. 3 പ്രൊപ്പഗേഷൻ മോഡ്സിന് നമുക്ക് ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷൻ, സ്കൈ വേവ് പ്രൊപ്പഗേഷൻ, ലൈൻ ഓഫ് സൈറ്റ് പ്രൊപ്പഗേഷൻ. ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷൻ. ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷൻ്റെ ഇവിടെയാണ് നമ്മുടെ ട്രാൻസ്മിറ്റ് ആൻറ്റിന, ഇവിടെയാണ് റിസീവ് ആൻറ്റിന. ഈ ഒരു എർത്തിൻ്റെ ഈ ഒരു ഷേപ്പിൽ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യാണ്ട് റിസീവിങ് ആൻറ്റിന വെച്ച് കഴിഞ്ഞാൽ ഇതിലൂടെ ഗ്രൗണ്ട് വേവിലൂടെ ഇങ്ങനെ സിഗ്നൽ പ്രൊപ്പഗേറ്റ് ചെയ്യും. അതിനാണ് ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. ഫോളോസ് കോണ്ടൂർ ഓഫ് ദ എർത്ത്. എർത്തിൻ്റെ കോണ്ടൂർ, എർത്തിൻ്റെ വളവ് ചെരിവുകളൊക്കെ ഫോളോ ചെയ്യും. ക്യാൻ പ്രൊപ്പഗേറ്റ് കൺസിഡറബിൾ ഡിസ്റ്റൻസസ്. ഫ്രീക്വൻസി അപ് ടു 2 MHz യൂസ്ഡ്. എക്സാമ്പിൾ AM റേഡിയോ. AM റേഡിയോ നമ്മൾ ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷനിലൂടെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. സ്കൈ വേവ് പ്രൊപ്പഗേഷൻസ്. ഇതാണ് സ്കൈ വേവ് പ്രൊപ്പഗേഷൻ. അയനോസ്ഫിയറിൽ നമ്മൾ എന്താക്കും, സിഗ്നൽ സെൻഡ് ചെയ്യും. പിന്നീട് അത് ഓരോ റിപ്പീറ്ററിലെത്തിയിട്ട് വീണ്ടും വീണ്ടും സിഗ്നലിനെ വീണ്ടും നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യും. അവസാനം നമുക്ക് റിസീവറിലെത്തും. അതാണ് സ്കൈ വേവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. Signals reflected from ionized layer of atmosphere back down to earth. Signals can travel a number of hours back and forth between ionosphere and earth's surface. Reflection effect caused by refraction. Examples: amateur radio, CB radio. Line of sight propagation. Line of sight എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ രണ്ടാളും ലൈൻ ഓഫ് സൈറ്റിലാണ് ഉണ്ടാവുക, കാണും. അങ്ങനെയുള്ളതിനാണ് ലൈൻ ഓഫ് സൈറ്റ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. ട്രാൻസ്മിറ്റ് ആൻറ്റിന, ഇത് റിസീവ് ആൻറ്റിന, സിഗ്നൽ ഡയറക്റ്റ് ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാം. Transmitting and receiving antenna must be within the line of sight. Satellite communication signals above 30 MHz are not reflected by ionosphere. 30 MHz കൂടുതലാണെങ്കിൽ നമ്മൾ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ആണ് ഉപയോഗിക്കുക. ഗ്രൗണ്ട് കമ്മ്യൂണിക്കേഷൻ, antennas with effective line of sight due to refraction. Refraction, bending of microwaves by the atmosphere. Velocity of electromagnetic waves is a function of density of the medium. When wave changes medium, speed changes.
Wave bends at the boundary between the medium. Line of sight in equation എങ്ങനെയാണ്? Optical line of sight D is equal to 3.57 root h. H എന്ന് പറയുന്നത് ആന്റിന ഹൈറ്റ് ആണ്. D എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ആന്റിന ആൻഡ് ഹൊറിസോൺ. അതേപോലെ effective or radio line of sight is equal to D is equal to 3.57 root kh. K is the adjustment factor to account for refraction. Rule thumb K is equal to 4/3. The maximum distance between two antennas for a line of sight propagation is equal to 3.57 root kh1 plus kh2. h1 is the height of the antenna, first antenna. h2 height of the second antenna. Receiver on the transmitter antenna height, രണ്ടാമത്തത് receiver antenna height. അടുത്ത topic atmospheric layers. 8 layers are defined by constant trends in average air temperature, which changes with pressure and radiations. 8 layers ആണുള്ളത്. കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ 8 ലെയേഴ്സിനെ നമുക്ക് മനസ്സിലാവാൻ സാധിക്കും. അപ്പോൾ the outer exosphere is not shown. നമുക്കുള്ള ലെയേഴ്സ് ആണ് ആദ്യത്തേത് troposphere, പിന്നെ അതിനുശേഷം tropopause, stratopause, mesopause, thermosphere, exosphere. ഇതൊക്കെയാണ് നമ്മുടെ ലെയേഴ്സ്. അപ്പോൾ ആദ്യം troposphere. Temperature decreases as the height increases. Most of our weather occurs in this layer, varies in height around the globe, but averages about 11 km in the height. Tropopause separates troposphere from the stratosphere, generally higher in summer, lower in winter. The stratosphere. Temperature inversion in stratosphere. Ozone plays a major part in heating the air at this altitude. Mesosphere, middle atmosphere, air thin, pressure low, need oxygen to live in this region. Air quite cold, -90 degrees Celsius, near the top of mesosphere. Thermosphere, hot layer, oxygen molecules absorb energy from solar rays, warming the air. Very few atoms and molecules in this region. Above the stratosphere is the mesosphere, and above that is ionosphere, where many atoms are ionized, have gained or lost electrons, so that have a net electrical charge. അപ്പോൾ അവിടെ അയോൺസ് ആണ് ഉണ്ടാവുക. അയോണോസ്ഫിയറിൽ അയോൺസ് ആണ് ഉണ്ടാവുക. The ionosphere is very thin, but it is where aurora takes place and is also responsible for absorbing the most energetic photon from the sun and for reflecting radio waves, thereby making long distance radio communication possible. അപ്പോൾ ഇവിടെ അയോൺസ് ആണ് ഉണ്ടാവുക അയോണോസ്ഫിയറിൽ. അപ്പോൾ അയോണോസ്ഫിയറിലെ അയോൺസ് ആണ് അതേപോലെ മോസ്റ്റ് എനർജിക് ഫോട്ടോൺസിനൊക്കെ അവിടെ അബ്സോർബ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ ലോങ് ഡിസ്റ്റൻസ് റേഡിയോ കമ്മ്യൂണിക്കേഷന് ഉപയോഗിക്കുന്നത് അയോണോസ്ഫിയർ എന്ന് പറയുന്ന പാർട്ടാണ്.